സ്വപ്നസുന്ദരി നാടകം ഇന്ന് രാത്രി ഈ നാട്ടിലോ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താ? അമ്മേ 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 അമ്മ അമ്മ വാമ, നമുക്ക് പെട്ടെന്ന് പോവാം. എങ്ങോട്ടാടാ? ശിവാനി മരിച്ചിട്ടില്ല, അവള് ജീവനോടെയുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ആരും എന്നെ വിശ്വസിച്ചില്ല. മരിച്ചു പോയവള് തിരിച്ചു വന്നു എന്ന് പറഞ്ഞാ ആര് വിശ്വസിക്കൂടാ? ഞാൻ കൃഷ്ണയെ കല്യാണം കഴിക്കുന്നു എന്ന് പറഞ്ഞപ്പോ എല്ലാവരും എന്നെ വിശ്വസിച്ചില്ലേ? എല്ലാവരും സന്തോഷിച്ചു. എന്നാൽ അമ്മ മാത്രം അത് വിശ്വസിച്ചില്ല. അതെന്താ? അമ്മയ്ക്ക് എന്റെ മനസ്സും വാക്കും എല്ലാം കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടല്ലേ. അതുകൊണ്ടാ എന്റെ കൂടെ ഇപ്പൊ വരാൻ പറഞ്ഞത്. വാ പോവാം. മോനെ ഇല്ല അമ്മേ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ എന്റെ കൺമുമ്പിൽ കണ്ടത് അമ്മയോട് പറയുന്നത്, അമ്മയെ കാണിക്കാമെന്ന് പറയുന്നത്. ഒന്ന് എന്നോട് വാ അമ്മേ. അല്ല മോനെ തൃശൂർ, ഞാൻ അമ്മയുടെ മോനാണെന്ന് വിശ്വാസമില്ലേ? അതെങ്കിലും പറയും. ഞാൻ ശിവാനിയെ കാണിച്ചു തരാം, സത്യമായിട്ട് കാണിച്ചു തരും. അവൾ ഇവിടെ തന്നെ ഉണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. വിശ്വസിക്കേ, എന്റെ കൂടെ വാ. വാ അമ്മേ, ഒന്ന് നടക്കൂ. വാ അമ്മേ. ദിഗ്വിജയ, നിന്റെ മകൻ മാറുകയില്ല. മാറുമെന്ന് എനിക്ക് തോന്നുന്നതുമില്ല. എന്താവും പറഞ്ഞത്? ഞാൻ അവനോട് സംസാരിച്ചിരുന്നു. അവന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാനും ശ്രമിച്ചു. ഒരു കാര്യം ഉറപ്പാ, എന്നെ കല്യാണം കഴിക്കുക എന്നത് അവന്റെ മനസ്സിൽ പോലുമില്ല. ഞാൻ എന്റെ ശക്തി പ്രയോഗിച്ച് അവനെ എന്റെ സ്വന്തമാക്കിയാൽ മതിയാവൂ. അതല്ലാതെ വേറെ മാർഗമില്ല. ആയിക്കോട്ടെ, നീ അങ്ങനെ തന്നെ ചെയ്. അവൻ സമ്മതിച്ച ഇവിടെയുള്ളവരെല്ലാം സമ്മതിക്കും. എത്രയും പെട്ടെന്ന് പ്രയോഗിക്കാം. അതിനുശേഷം എന്താ നിനക്ക് സംഭവിച്ചേ? മനസ്സിലായില്ലേ? എനിക്ക് ബലി നടത്തി രക്തം വേണം. ഇവിടെ എന്തിനാ എന്നെ കൊണ്ടുവന്നത്? ഈ നാടകം കാണാമേ. എന്തൊക്കെ നീ പറയുന്നത്? നാടകം കാണാനുള്ള അവസ്ഥയിലാണോ ഇപ്പോ? അമ്മേ, ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ ഞാൻ കാണിച്ചു തരാൻ വാ എന്ന്. ഈ നാടകം കഴിയുമ്പോ അമ്മയ്ക്ക് തന്നെ മനസ്സിലാവും. അവിടെ മുന്നേ തന്നെ പോയിരിക്കേ. സത്യം എന്താണെന്ന് അമ്മയ്ക്ക് തന്നെ മനസ്സിലാവും. എന്ത് സത്യം? നാടകത്തിന്റെ പേര് സ്വപ്നസുന്ദരി എന്നാ. പോയി കാണുന്നേ. ചെല്ലവിടെ മുന്നേ പോയിരിക്കേ. സ്വപ്ന, നിന്റെ കൊട്ടാരത്തിൽ ഒരു പുൽനാമ്പായി ജീവിക്കാനെങ്കിലും എന്നെ അനുവദിച്ചുകൂടെ? നീ ചോദിക്കുന്നതൊന്നും എനിക്ക് തരാനാവില്ലായിരിക്കാം, പക്ഷെ എന്റെ ജീവൻ തരൂ സ്വപ്നസുന്ദരി. അതെ, നിന്റെ മനസ്സിലെ റാണി ഞാൻ തന്നെയാ. ജീവൻ നിന്റേതാണെങ്കിൽ ആത്മാവ് എന്റേതാണത്രല്ലോ. ഹൃദയം നിന്റേതാണെങ്കിൽ അതിന്റെ മിടിപ്പ് ഞാനാണത്രല്ലോ. നീ എന്റേത് മാത്രമാണത്രല്ലോ. എന്റെ 7 ജന്മത്തിലെ ബന്ധു നീ ആണത്രല്ലോ. നീ മാത്രമാണത്രല്ലോ. ശിവാനി, നീ ആരുണ്ട് ഇവിടെ? അതെ, നീ എങ്ങോട്ടാ പോകുന്നു? നോക്ക്, എന്റെ വീട്ടുകാരെ ആരെയും നീ ഉപദ്രവിക്കാൻ പാടില്ല. മാത്രമല്ല, ഈ സ്ഥിതിയിൽ നിന്നെ ആരെങ്കിലും ഇവിടെ വെച്ച് കണ്ടാ ആകെ പ്രശ്നമോ? ഇപ്പൊ അതിനെന്താ ചെയ്യാ? നിന്റെ മകനെ കൊണ്ട് ഞാനുമായിട്ടുള്ള കല്യാണം നടത്തി തരണം എത്രയും പെട്ടെന്ന്. ഇല്ലെങ്കിൽ ഞാൻ അറിയാലോ. നിന്റെ ഈ രൂപം കണ്ടു കഴിഞ്ഞാ എന്റെ മകനെന്നല്ല, ഈ പ്രപഞ്ചത്തിൽ ആരും തന്നെ നിന്നെ കല്യാണം കഴിക്കില്ല.
അങ്ങനെയുള്ളപ്പോ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എനിക്ക് രക്തം വേണം. ഇവിടെ ആരെ കിട്ടും? വേണ്ട വേണ്ട, ഇവിടെ അതിനു വേണ്ടി ആരെയും നോക്കണ്ട. ഈ വീട്ടിലുള്ളവരെ ദ്രോഹിക്കാൻ പാടില്ല. വേണമെങ്കിൽ ഇവിടെ അടുത്ത് തന്നെ ഒരു നാടകം നടക്കുന്നുണ്ട്. അവിടെ ഒരുപാട് പേരുണ്ട്. നിനക്ക് ആവശ്യമുള്ള ആളുകളെ അവിടെ നിന്ന് കിട്ടാതിരിക്കില്ല. ഇന്നത്തേക്ക് മാത്രമല്ല, 3 ദിവസം കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് 3 ദിവസം 3 ദിവസം കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് ബലി വേണം. അപ്പൊ ഇതിന് ഒരു പരിഹാരം ഇല്ലെന്നാണോ? പരിഹാരമുണ്ട്. അതുകൊണ്ടാണ് നിന്റെ മകനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കണമെന്ന് പറഞ്ഞത്. എന്റെ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല. നോക്ക്, ആദ്യം നിന്റെ ഈ രൂപം എങ്ങനെയെങ്കിലും മാറ്റാൻ നോക്ക്. ബാക്കിയുള്ള കാര്യമൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. പോകാം. നാടകം നടക്കുന്നിടത്തേക്ക് ഞാനിപ്പോ പോകാം. അവിടെ നിന്ന് എനിക്ക് വേണ്ടത് എന്തായാലും ലഭിക്കും, അതുറപ്പ്. എന്റെ പ്രാണനായ ത്രിലോകനെ കൊല്ലാൻ ശ്രമിച്ച നിങ്ങള് ഇനി മുതൽ എന്റെ അച്ഛനും അമ്മയോ അല്ല. അങ്ങനെയൊന്നും സംസാരിക്കരുത് മോളെ. ഒരു ഗതിയും ഇല്ലാത്ത വെറും ഒരു ഓട്ടോക്കാരനായി ഇവൻ ഇങ്ങനെ ചുറ്റി നടന്നിട്ട് എന്ത് കിട്ടി? എടി മോളെ, ഒന്നിനും കൊള്ളാത്തവനായി ഇവൻ. ഒന്നിനും കൊള്ളാത്തവർ നിങ്ങളാണ്, നിങ്ങളുടെ ഈ അഹങ്കാരം കൊണ്ട്. എന്റെ ത്രിലോക ഓട്ടോ ഓടിച്ച് ജീവിക്കുന്നവനാ, മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവനാ. അവനൊരിക്കലും നിങ്ങളെ പോലെയല്ല. വിഷം കൊടുത്ത ആരെയും കൊല്ലാൻ ശ്രമിക്കില്ല. ആശുപത്രിയിൽ വെച്ച് എന്റെ ത്രിലോകൻ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. എന്റെ മനസ്സിൽ നിങ്ങളും മരിച്ചിട്ടുണ്ടാവും. ഇനി മുതൽ ഇതാണ് എന്റെ ജീവിതം. ഓട്ടോ ഓടിക്കുന്നവനെ പ്രണയിച്ചപ്പോ അവനെ കൊല്ലാൻ ശ്രമിച്ചവരല്ലേ നിങ്ങൾ? ഇനി മുതൽ നിങ്ങളുടെ മകൾ ഓട്ടോ ഓടിച്ച് നടക്കും. എന്നെയും കൊല്ലാൻ ശ്രമിക്കോ? അല്ല, ഓ ഓ നിങ്ങളാ? വരൂ 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 മാഡം. നിങ്ങൾ വന്നതിൽ സന്തോഷമുണ്ട്. കസേര കസേര. തങ്കമണി, അയ്യോ ഇവരെവിടെ പോയി? വരൂ മാഡം, അകത്തിരിക്കാം. മേഡമോ? മാഡം എന്ന് വിളിച്ചപ്പോ വിഷമായോ? മുതലാളിയമ്മേ. നാടകം കണ്ട് ഒരുപാട് സന്തോഷായിന്ന് തോന്നുന്നു. ഇഷ്ടായോ മുതലാളിയമ്മ? എന്തിനാ മോളെ ഈ നാടകം? നാടകത്തിന് വില കൊടുക്കണമെന്നല്ലേ? ഇപ്പൊ നോക്ക്, ഈ നാടകം, ഈ കഥ എഴുത്ത്, ഈ പാട്ട് പാടുന്നത്, ഇതെല്ലാം എല്ലാവർക്കും കിട്ടുന്ന കലയല്ല. സാക്ഷാൽ സരസ്വതി ദേവിയുടെ കടാക്ഷം ഉള്ളവർക്ക് മാത്രം കിട്ടുന്ന ഒന്ന്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് വിട്. കാണാൻ ഇത്ര ഭംഗിയുണ്ട്, ഇത്ര സൗന്ദര്യമുണ്ട്. നിനക്ക് എന്തിനാ ഈ നാടകമൊക്കെ? വല്ല 10-15 ഏക്കർ എഴുതി തരാം, അവിടെ നീ സുഖമായിട്ട് ജീവിച്ച എന്നൊക്കെയല്ലേ നിങ്ങൾ പറയാൻ വന്നത്? അതെയല്ലേ? തന്നോളൂ തന്നോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും തന്നോളൂ. അല്ല, എവിടെ ലോയറും പേപ്പറും ബോണ്ടും ഒക്കെ? ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണോ? എവിടെ നോക്കട്ടെ. ശിവാനി, എന്താ ശിവാനി? ഏതോ ഒരൊറ്റ ശിവാനി പോലും. ശിവാനി, നിങ്ങൾ ആ വലിയ ബംഗ്ലാവിലാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഇത്രയും വലിയ അസുഖമുള്ളവരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്താ ശിവാനി ഇതൊക്കെ? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഏതാണോ ഇതൊക്കെ?
ഓരോന്നൊക്കെ ബസ് പിടിച്ച് വലിഞ്ഞു കയറി അങ്ങ് വന്നോളും. നോക്ക്, ഫാൻ ആണെങ്കി ഓട്ടോഗ്രാഫോ എടുത്തിട്ട് പോകാൻ നോക്കണം. അത് വിട്ടിട്ട് ശിവാനി കിവാനി എന്നൊക്കെ പറഞ്ഞ് പുറകെ വന്നാലുണ്ടല്ലോ. അല്ല, ഒരേ അസുഖം തന്നെ രണ്ടാൾക്കാർക്ക് വരുമോ? ഓൾറെഡി ഒരു പ്രാന്തൻ ശിവാനി ശിവാനി എന്ന് പറഞ്ഞതിന്റെ പുറകെ നടന്ന് ചാകുക. അവനിന്ന് രക്ഷപ്പെട്ട് ഈ നാട്ടിലേക്ക് വന്നപ്പോ നിങ്ങൾ എന്തേ തുടങ്ങി ശിവാനി ശിവാനി എന്ന് പറഞ്ഞു? അല്ല മോളെ, ശിവാനി ഒന്നങ്ങ് തന്നോണ്ടല്ലോ. തിരിച്ചു കിട്ടി, എന്റെ ത്രിലോകിനെ എനിക്ക് തിരിച്ചു കിട്ടി. അവന്റെ ജീവൻ ഒരു ആപത്ത് സംഭവിക്കില്ലെന്ന് ഡോക്ടർ എനിക്ക് വാക്ക് തന്നു. അല്ലടി, നിന്റെ അച്ഛനൊരു ഓട്ടോ ഫാക്ടറി തന്നെ വാങ്ങാൻ കഴിവുള്ള ആളാ. നീ ആണെങ്കിൽ ആ ഓട്ടോയെ ഓടിച്ചോണ്ട് നടക്കുവാണല്ലോടി. ജീവിതം എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ഓട്ടോ ഓടിച്ചു തുടങ്ങിയതിനു ശേഷമാണ്. ഓരോ രൂപയ്ക്കും അതിന്റേതായ വിലയുണ്ടെന്ന് മനസ്സിലായത് എനിക്ക് ഇപ്പോഴാണ്. എനിക്ക് രക്തം വേണം. പണക്കാരെന്ന് പറയുന്നത് പാവപ്പെട്ടവരുടെ ഭിക്ഷയാണ്. 100 പാവപ്പെട്ടവർ ഒരു പണക്കാരന് വേണ്ടി രാവും പകലും കഷ്ടപ്പെടുകയാണ്. എങ്കിലൊരു പണക്കാരൻ ഒരു പാവപ്പെട്ടവൻ പണക്കാരനാകാൻ എപ്പോഴെങ്കിലും ആഗ്രഹിക്കുമോ? ഭിക്ഷ എടുപ്പിക്കുന്ന പണക്കാരേക്കാൾ അഭിമാനമുള്ള പാവപ്പെട്ടവളായ മതി എനിക്ക്. എനിക്ക് ത്രിലോകിന്റെ അടുത്തേക്ക് പോകണം. പോകുവാണ്. വലിയ വീട്ടുകാര് വരും, വലുതായിട്ടെന്തെങ്കിലും തരുമെന്നൊക്കെ വിചാരിച്ചപ്പോ അവര് പുറകെ വന്ന് ശിവാനി കിവാനി എന്ന് വിളിക്കുന്ന നാശം പിടിക്കാൻ. ആരാ നിങ്ങള്? ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്തേക്കുന്നത് എന്തിനാ? അയ്യേ, ഏത് ക്യാരക്ടറിന്? ആരാ നിങ്ങള്? ആരാടത് ബക്രു? ഏതോ ഒരുത്തി എന്തൊക്കെയോ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് വന്നേക്കോ. ഇങ്ങനെയൊക്കെ മേക്കപ്പ് ചെയ്തിട്ട് വന്നാ ചാൻസ് വല്ലതും കിട്ടുമെന്ന് കരുതിയിട്ടായിരിക്കും. ഒന്ന് നോക്കിയേ ചേച്ചി, ആ മുഖത്തോട്ടൊന്ന് നോക്കേ ചേച്ചി. നിക്കടാ, ഞാൻ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കല്ലേ. ഏയ് പുറത്തോ, ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഗോ ഗോ ഗോ. സാരമില്ലടാ, വീട് ബക്രു. എന്റെ ഫാനാണെന്ന് തോന്നുന്നു. പാവം, ഒരു ഓട്ടോഗ്രാഫ് കൊടുത്തിട്ട് വിടാ. എന്റെ ഫാൻസിന് ഫീലായ ഈ ഷൈലൂന് ഫീലാകുമെന്ന് നിനക്കറിയില്ലേ? വേഗം ഓട്ടോഗ്രാഫും ഫോട്ടോഗ്രാഫും ഒക്കെ മേടിച്ച് സ്ഥലം വിട്ടണം, ഇല്ലെങ്കിൽ വലിച്ച് പുറത്തെറിയും ഞാൻ. വേഗം 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 വേണം. എന്താ നിങ്ങളുടെ പേര്? പേരിൽ എന്തിരിക്കുന്നു? അല്ല, നിങ്ങളുടെ ശബ്ദത്തിന് എന്തു പറ്റി? അയ്യോ, നിങ്ങളുടെ കൈക്കും കാലിനും ഒക്കെ എന്താ പറ്റിയത്? നിങ്ങളോടാ ചോദിക്കുന്നേ. എന്താ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നത്? വെളിച്ചല്ലേ, വെളിച്ചം
അടിച്ച എനിക്ക് കണ്ണാണില്ല. അയ്യോ പാവം, നിങ്ങക്ക് നിക്കാനേ പറ്റുന്നില്ലെന്ന് തോന്നല്ലോ. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കെ. ഞാൻ നാടകം കഴിഞ്ഞിട്ട് വന്ന് നിങ്ങളോട് സംസാരിക്കാം. എനിക്കിപ്പോ സമയമില്ല, പോയിട്ട് വരാം. എന്താടാ ഇതെല്ലാം? നമ്മുടെ ശിവാനി ഇവിടെ നാടകം കളിക്കുന്നോ? ഞാൻ സംസാരിച്ചിട്ടും എന്നെ അറിയില്ലെന്നുള്ള രീതിയിലാണല്ലോ അവള് പെരുമാറുന്നത്. എന്താടാ ഇത്? കാരണം അവൾ ശിവാനിയല്ല, അതുകൊണ്ട്. ശിവാനി അല്ലേ? നീ എന്താ ഈ പറയുന്നേ? അതെ അമ്മ, അമ്മ തന്നെ പറയും. എന്നെ കണ്ടിട്ട് നിങ്ങൾ ആരാണെന്ന് നമ്മൾ ചോദിക്കുമായിരുന്നോ? നിങ്ങളെ കണ്ടിട്ട് വെറുതെ നിൽക്കുമായിരുന്നോ? ഇല്ലല്ലോ. ഞാൻ അവളുടെ മുന്നിൽ നിന്ന് കണ്ണീര് പൊഴിച്ചിട്ടും അവൾക്കൊന്നും തോന്നുന്നതേയില്ല. ഇവള് ശിവാനി ആവാൻ എന്താണ് സാധ്യത? എന്റെ ശിവാനിയെ എന്റെ കൺമുമ്പിൽ വെച്ച് തീ വെച്ച് കൊന്നു കളഞ്ഞില്ലേ? ഇവളെ കാണാൻ അതുപോലെ ഉണ്ട്, അത്രേ ഉള്ളൂ. എന്റെ ശിവാനി ഇവിടെ എവിടെയോ നിന്ന് എന്നെ കാണുന്നുണ്ട്. അവളെ ചുട്ടരിച്ച് കളഞ്ഞവരെ കൊല്ലാതെ ഇങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ? അവളുടെ ആത്മാവിന് പിന്നെ എങ്ങനെ മോക്ഷം ലഭിക്കുക? ആ പാപിയായ ഭൂപതി തന്നെ മരിച്ചു പോയില്ലേ? മരിച്ചത് അവൻ ഒരാൾ മാത്രമാണമ്മേ. മരിക്കേണ്ടവർ ഇനിയും കുറെ പേരുണ്ട്. എന്തൊക്കെയാ നീ പറയുന്നേ? ആരൊക്കെയാ അത്? ആരാ? അതാരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനവരെ വെറുതെ വിടുമോ? അവളെ കൊന്നവരെ കൊല്ലാതെ വിട്ടുകഴിഞ്ഞാ അവളുടെ ആത്മാവിന് മോക്ഷം ലഭിക്കില്ലെന്ന് ഗുരുവും പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ അവരെ കണ്ടുപിടിക്കണം മോനെ. എന്റെ മരുമകളെ കൊന്നിട്ട് സമാധാനമായിട്ട് നടക്കുവാണല്ലേ? അവരാരാന്ന് കണ്ടുപിടിച്ചിട്ട് അതിനവരെ കൊണ്ട് സമാധാനം പറയിക്കണം. ഈ നാടകക്കാരി നമ്മളെ സഹായിച്ച അവരാരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ചേച്ചി, എന്താ പറ്റിയ? എഴുന്നേക്ക്, എഴുന്നേക്ക് ചേച്ചി. അതേ എണീക്ക്. ഇനി 3 ദിവസത്തേക്ക് എനിക്ക് മരണമില്ല. അമ്മേ, അമ്മേ, ചേച്ചിയെ കെട്ടിച്ചു കൊടുക്കാനിരുന്നില്ലേ ആ ദിവാകരൻ? അവൻ അച്ഛനെ കത്തികൊണ്ട് കുത്തി, എന്നിട്ട് കയ്യിലിരുന്ന സ്വർണം എല്ലാം എടുത്തുകൊണ്ടുപോയി. അയ്യോ, എന്റെ ഭർത്താവ് മരിച്ചു പോകുമെന്ന് കരുതിയ എന്റെ അച്ഛനെ ആ ഓട്ടോക്കാരനാണ് വന്ന് രക്ഷിച്ച അമ്മേ. ഓട്ടോക്കാരൻ ആ തലയെ കയറ്റി വെച്ച ദിവാകരൻ തല കൊയ്തു. നിങ്ങൾ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച ആ ഓട്ടോക്കാരൻ അച്ഛന്റെ ജീവൻ രക്ഷിച്ചു. പോരാത്തതിന് രക്തവും കൊടുത്തമ്മേ. ഈ ഷൈലുവിന്റെ ഹെൽപ്പ് വാങ്ങിയിട്ട് ശിവാനിയെ കൊന്നവരെ കണ്ടുപിടിച്ച് കൊല്ലണമെന്ന് കരുതി. ഇവളാണെങ്കിൽ എന്റെ അടുത്തുനിന്ന് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുക. അവള് നമ്മുടെ വാക്ക് കേട്ട് നമ്മളെ സഹായിക്കണമെങ്കിൽ എന്റെ അടുത്തൊരു വഴിയുണ്ട് മോനെ. ഓട്ടോ ഓടിച്ചിട്ടാണെങ്കിലും നിന്നെ ഞാൻ പോറ്റും സ്വപ്ന. ഓട്ടോ ഓടിക്കുന്നവനാണെങ്കിലും നമുക്ക് റിച്ച് ആയിട്ട് ജീവിക്കാൻ ത്രിലോക. ഇനി മുതൽ നമ്മുടെ ജീവിതത്തിൽ നോ പേടിക്കൽ, ഓൺലി സ്നേഹിക്കൽ. ഞങ്ങളോട് ക്ഷമിക്കൂ മോനെ. കോടികൾ കണ്ട് ഞങ്ങളുടെ കണ്ണു മഞ്ഞളിച്ചു പോയി. നിന്റെ പ്രാണനെടുക്കാൻ ശ്രമിച്ച എന്റെ പ്രാണൻ തന്നെ നീ രക്ഷിച്ചു. ഞങ്ങളുടെ പക്കലുള്ള സമ്പത്തെല്ലാം നിന്റെ കാൽച്ചുവട്ടിൽ വെച്ചാലും ഒന്നും തന്നെ മതിയാവില്ല. ഞാൻ ഞങ്ങളോട് ക്ഷമിക്കൂ മോനെ. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിങ്ങളുടെ അന്തസ്സിന് ചേർന്നവനല്ല ഞാൻ. ഞങ്ങളുടെ സ്വത്തും സമ്പത്തും എല്ലാം ഇനി നീ തന്നെ വേണം നോക്കി നടത്താൻ.